കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതയും ജോലിഭാരവും ജീവിതത്തെ പലപ്പോഴും പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് തള്ളിവിടാറുണ്ടല്ലേ. ഒരു ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ആലോചിക്കാറില്ല. എല്ലാ വഴികളും അടയുമ്പോഴാണ് പലരും ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുന്നത്. എന്നാൽ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ടെന്ന് മനസ്സിലാക്കാൻ കോഴിക്കോട് നരിക്കുനിയിലെ വിനീഷ് കുമാർ എന്ന ചെറുപ്പക്കാരന് കഴിഞ്ഞില്ല. സാമ്പത്തികമായി തകർന്നപ്പോൾ പിന്നെ മരണത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഒടുവിൽ മകളെയും കൂടെ കൂട്ടി നേരെ ഓഫീസിലേക്ക്. അവിടെ എത്തി തീ കൊളുത്തിയ യുവാവ് മരണത്തിന് കീഴടങ്ങി. മകളുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഓൺലൈൻ ട്രേഡിംഗ് വഴിയുണ്ടായ കടബാധ്യതയാണ് ആത്മഹത്യ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വെള്ളിയാഴ്ച രാവിലെ 9:30യോടെയാണ് നരിക്കുനി കൊടുവള്ളി റോഡിലെ ഇരുനില കെട്ടിടത്തിന്റെ 1-ാം നിലയിലുള്ള കടമുറിയിൽ നിന്നും പുക ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടി തീയണയ്ക്കാൻ ശ്രമം ആരംഭിച്ചു. വിവരമറിഞ്ഞ് നരിക്കുനിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി. ഫയർഫോഴ്സ് സംഘം തീയണച്ച ശേഷം കടയ്ക്കുള്ളിൽ നടത്തിയ തിരച്ചിലിലാണ് പുക ശ്വസിച്ചും പൊള്ളലേറ്റും ഗുരുതരാവസ്ഥയിലായ 8 വയസ്സുകാരിയെ കണ്ടെത്തിയത്. കുട്ടിയാണ് അച്ഛന് പൊള്ളലേറ്റ വിവരം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് പറയുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പറമ്പിൽ ബസാർ സ്വദേശിയായ വിനേഷ് കുമാറിന്റെ മൃതദേഹം കടയ്ക്കുള്ളിൽ കണ്ടെത്തിയത്. പരിക്കേറ്റ കുട്ടിയെ ഫയർഫോഴ്സ് അംഗങ്ങൾ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടി നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംഭവസ്ഥലത്തെത്തിയ ബാലുശ്ശേരി പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവസ്ഥലത്തു നിന്നും വിനേഷ് കുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. ഓൺലൈൻ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട ഭീമമായ കടബാധ്യതയാണ് വിനേഷിനെ ഇത്തരമൊരു കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പതിവില്ലാതെ മകളുമൊത്ത് കടയിലേക്ക് എത്തിയത് മകളെ കൊന്ന് ആത്മഹത്യ ചെയ്യാനായിരുന്നിരിക്കാം എന്നാണ് പോലീസ് നിഗമനം. എന്നാൽ കുട്ടിയുടെ ദേഹത്ത് പെട്രോൾ ഒഴിക്കുകയോ തീ കൊളുത്താൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. കടയുടെ ഷട്ടർ അകത്തു നിന്നും അടച്ച നിലയിലായിരുന്നു. അവസാന നിമിഷം മനം മാറിയതാവാം കുട്ടിയെ കൊല്ലാതിരിക്കാൻ കാരണമെന്നാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.